നമസ്കാരം. ഇന്ന് കുചേലദിനാണ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും കുചേലദിനത്തിൻ്റെ ആശംസകൾ നേരാണ് കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കാണാനായിട്ട് 4 പിടി അവിലുമായി ദ്വാരകയിലേക്ക് പുറപ്പെട്ട കുചേലൻ്റെ ദിവസമാണെന്ന്. ഇന്നാണ് ആ ഒരു ദിവസം കേട്ടോ. അപ്പം ഇന്ന് നമുക്ക് കുചേലൻ എന്നുള്ള ഒരു പേര് എങ്ങനെയാണ് വന്നത് എന്ന് പറയാം. ആ ഒരു പേര് ഭാഗവതത്തിലും എവിടെയും പരാമർശിച്ചിട്ടില്ല. അത് നൽകിയത് മേൽപ്പത്തൂര് നാരായണ ഭട്ടതിരിപ്പാടാണ്. മുഷിഞ്ഞ ചേലയെ ചുറ്റിയവൻ, അതായത് മുഷിഞ്ഞ വസ്ത്രം ധരിച്ചവനാണ് കേട്ടോ ആ ഒരു പേരിൻ്റെ അർത്ഥം. അപ്പം മേൽപ്പത്തൂര് ഈ ഒരു പേര് നൽകിയതിന് പുറകിൽ ഒരു സംഭവമുണ്ട്. അദ്ദേഹം വാതരോഗത്തിനൊക്കെ വാതരോഗം കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ നാരായണീയം രചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം. അങ്ങനെ ഒരു ദിവസം ഊണ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വാതിൽമാടത്തിൻ്റെ അവിടെ ഊണ് കൊടുക്കുന്ന ഒരു രീതിയുണ്ട് അന്നത്തെ കാലത്ത്. അപ്പോൾ ഇദ്ദേഹം കയ്യും മുഖമൊക്കെ കഴുകിയിട്ട് ഇങ്ങനെ വരിക. അപ്പോഴേക്കും അവിടെ ഇലയൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒരാൾ ചോദിച്ചു, ഇത് ആര് കയ്യിലിട്ടിരിക്കണേ, ഇതിവിടെ ആരാ വന്നിരുന്ന് കഴിക്കുകയെന്ന്. അപ്പോൾ വേറൊരാൾ പറഞ്ഞു, അതാ വാദക്കാരൻ പട്ടേരിക്കാണെന്ന്. ഇത് കേട്ടു പട്ടേരിപ്പാട്. അദ്ദേഹം കഴിക്കാനായിട്ട് വരികയാണേ. തന്നെയാണ് വാദക്കാരൻ പട്ടേരി എന്ന് വിളിച്ചിരിക്കണേ. നമ്മുടെ ഈ മലയാളികൾക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ആർക്കെങ്കിലും എന്തെങ്കിലും കുറവുകൾ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പേര്, അതായത് ആ ഒരു പോരായ്മ ഒരു പേരിട്ടിട്ട്, ഒരു വട്ടപ്പേരിട്ടിട്ട് വിളിക്കും. അതേപോലെയാണ് ഈ വാദക്കാരൻ പട്ടേരി എന്ന് വിളിച്ചതേ. അദ്ദേഹം അത് മനസ്സിൽ വെച്ചു കേട്ടോ. പിന്നീട് ഒരു സന്ദർഭം വന്നപ്പോൾ ഈ കുചേലവൃത്തം എഴുതാനായിട്ടിരിക്കുന്ന സമയത്ത് സുദാമ എന്നുള്ള പേരിന് പകരം കുചേലൻ എന്ന് എഴുതി കേട്ടോ. അത് പക്ഷേ ഭഗവാന് തീരെ ഇഷ്ടമായില്ല. ഭഗവാനാണെങ്കിലും ഉണ്ണിക്കണ്ണനല്ലേ മുഖം വീർപ്പിച്ചിട്ടിരുന്നു. എന്താ പട്ടേരി അങ്ങനെ ചെയ്തത്, സുദാമ എന്നല്ലേ എൻ്റെ കൂട്ടുകാരൻ്റെ പേര്, അതൊന്ന് തിരുത്തി എഴുതൂ, കുചേലൻ എന്നുള്ളത് വെട്ടിയിട്ട് സുദാമ എന്ന് എഴുതൂ, അപ്പോൾ വൃത്തവും എല്ലാ കാര്യങ്ങളും ഭംഗിയാവും എന്ന് പറഞ്ഞു. പട്ടേരിപ്പാടാണെങ്കിൽ കേട്ട ഭാവം നടിക്കണില്ല കേട്ടോ. അപ്പൊ പിന്നെയും ഭഗവാൻ പറയുന്നുണ്ട്, കുചേല നാമ എന്നല്ല, അതായത് കുചേലൻ എന്ന പേരുള്ള കൂട്ടുകാരനല്ലല്ലോ, സുദാമ എന്ന പേരുള്ള കൂട്ടുകാരനാണ്, അങ്ങനെ എഴുതുമെന്ന് പറഞ്ഞു. അപ്പോഴും ഏൽക്കണില്ല കേട്ടോ. അങ്ങനെ പട്ടേരിപ്പാട് പറഞ്ഞു, അതെ, എന്നെ വാദക്കാരൻ പട്ടേരി എന്ന് വിളിച്ചപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ ഞാൻ കുചേലൻ എന്ന് വിളിച്ചപ്പോൾ അത് ബുദ്ധിമുട്ടായില്ലേ ഭഗവാനെ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഗുരുവായൂരപ്പൻ മനസ്സിലായത്, വാദക്കാരൻ പട്ടേരി എന്ന് വിളിച്ചത് കൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കണത് എന്ന്. അങ്ങനെ ഭഗവാൻ പറഞ്ഞു, വാദക്കാരൻ പട്ടേരിയില്ലേ മനസ്സിൽ പറയാട്ടോ, ശരിയാക്കി തരാമെന്ന്. കാരണം പുറത്ത് പറഞ്ഞില്ല. ഇനി വാദം മാറ്റിത്തരാം എന്നാണ് ഭഗവാൻ ഉദ്ദേശിച്ചത്. ഇപ്പം 87ാമത്തെ ദശകമല്ലായിട്ടുള്ളൂ, ഇനിയും കുറേ ദശകങ്ങൾ എഴുതാനിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അസുഖം മാറ്റിത്തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എഴുത്തോടെ നിർത്തിയാലോ. അതുകൊണ്ട് ഭഗവാൻ മനസ്സിൽ പറഞ്ഞു, ശരിയാക്കി തരാമെന്ന്. എന്നിട്ടാണ് 100ാമത്തെ ദശകം എഴുതിയപ്പോൾ അതായത് ആയുരാരോഗ്യ സൗഖ്യം നൽകിയിട്ട് എല്ലാ അസുഖങ്ങളും മാറ്റിയിട്ട് അദ്ദേഹം ഉഷാറായിട്ട്, മേൽപ്പത്തൂർ ഉഷാറായിട്ട് എണീറ്റ് നടന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ കുചേലൻ എന്നുള്ള ഒരു പേര് നൽകിയത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടാണ് കേട്ടോ. കുചേലൻ എന്നുള്ള പേര് മാത്രമല്ല, നമ്മുടെ ഗുരുവായൂരപ്പൻ എന്നുള്ള പേരും കൂടെ നൽകിയത് അദ്ദേഹമാണ്. ഗുരുഭവന പുരാധീശൻ എന്നുള്ള ഒരു പേര് ഗുരുവായൂരപ്പൻ. അത് പക്ഷെ നന്നായിട്ട് ബോധിച്ചു, അതുകൊണ്ട് വേഗം സ്വീകരിച്ചു വെച്ചു. അതുകൊണ്ട് അത് ഇഷ്ടമായി. കുചേലൻ എന്നുള്ള പേരാണ് ഇഷ്ടാവാതിരുന്നത്.